ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര. പോളിംഗ് ശതമാനം 36 പിന്നിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം വിജയകരമായി പൂർത്തിയായി. ആഗോള സമാധാനത്തിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് പ്രധാനമന്ത്രി. വടക്കൻ ഇറാനിൽ നിന്ന് ഒഴിപ്പിച്ച 110 ഇന്ത്യൻ വിദ്യാർത്ഥികളെ ന്യൂഡൽഹിയിൽ മടക്കിയെത്തിച്ചു. ഇന്ത്യക്കാരുമായുള്ള മറ്റൊരു വിമാനവും ഇന്ന് മടങ്ങിയെത്തിയേക്കും. ഇറാൻ ഇസ്രയേൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നു. സംഘർഷം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനൊരുങ്ങി രാജ്യം. രാജ്യത്തുടനീളം 1 ലക്ഷത്തിലധികം യോഗാ പരിപാടികൾ മറ്റന്നാൾ സംഘടിപ്പിക്കും. വാർത്തകൾ വിശദമായി. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം പോളിംഗ് നിരക്ക് 36% പിന്നിട്ടു. പ്രതികൂല കാലാവസ്ഥയ്ക്കിടയിലും മികച്ച പ്രതികരണമാണ് ആദ്യ മണിക്കൂറുകളിൽ തന്നെ വോട്ടർമാരിൽ നിന്നും ലഭിക്കുന്നത്. നിരവധി രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആവേശകരമായ പ്രചാരണത്തിന്റെ ഉത്സാഹം വോട്ടർമാരിലും പ്രകടമാണ്. മിക്ക പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര കാണപ്പെടുന്നു. LDFന്റെ M സ്വരാജ്, UDFന്റെ ആര്യാടൻ ഷൌക്കത്ത്, NDAയുടെ മോഹൻ ജോർജ്, സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ തുടങ്ങി 10 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. നിലമ്പൂരിൽ നിന്നും തത്സമയ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു ചേരുന്നു. സുരേഷ്, വോട്ടിംഗ് 5 മണിക്കൂർ പിന്നിടുമ്പോൾ ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ്? തുടക്കത്തിൽ തന്നെ ദൃശ്യമാകുന്ന ആവേശം വരും മണിക്കൂറുകളിലും തുടരുമെന്നാണോ പോളിംഗ് ബൂത്തുകളിൽ നിന്നുള്ള സൂചനകൾ? സുവർണ, നിലമ്പൂർ മണ്ഡലത്തെ ഇളക്കിമറിച്ച 3 ആഴ്ചക്കാലം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആവേശത്തെ അതേപോലെ ഒട്ടും കുറയാതെ നിലമ്പൂരിലെ വോട്ടർമാർ ഏറ്റെടുക്കുന്നു എന്നതിന്റെ സൂചനകളാണ് എല്ലാ സ്ഥലങ്ങളിലും ലഭിക്കുന്നത്. കനത്ത മഴയെ പോലും മറികടന്ന് മലയോര മേഖലയിൽ നമുക്കറിയാം മഴക്കെടുതിയുടെ ഒരു മേഖല കൂടിയാണ് നിലമ്പൂർ മേഖല. ശക്തമായ മഴയാണ് ഇന്ന് രാവിലെ മുതലുള്ളത്. ആ മഴയെ പോലും മറികടന്നുകൊണ്ട് സജ്ജീകരിച്ച മുഴുവൻ ബൂത്തുകളിലും ഏറെക്കുറെ മികച്ച രീതിയിൽ നല്ല ക്യൂ, വോട്ടർമാരുടെ നല്ല ക്യൂ പ്രകടമാണ്. കഴിഞ്ഞ 2021 ഇവിടെ 75% പോളിംഗ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്കനുസരിച്ച് 40% പിന്നിട്ടിരിക്കുന്നു. അതായത് നിലമ്പൂരിലെ മൊത്തം വോട്ടർമാരിൽ 1 ലക്ഷത്തോളം പേർ പോളിംഗ് ബൂത്തുകളിലെത്തി തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു എന്ന് വേണം പറയാൻ. ഈ നിലയ്ക്ക് ഇതാണ് ട്രെൻഡെങ്കിൽ നിലമ്പൂരിലെ പോളിംഗ് അവസാനിക്കുമ്പോൾ അത് കഴിഞ്ഞ തവണത്തെ അത്രയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആകാനുള്ള സാധ്യതയുണ്ട്. സുവർണ, സുരേഷ്, സ്ഥാനാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം എന്താണ്? എല്ലാവരും വിജയപ്രതീക്ഷയിലാണോ? സുവർണ, സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വലിയ പ്രതീക്ഷയിലാണ്, വാനോളം പ്രതീക്ഷയിലാണ്. വിജയം ഉറപ്പാണെന്നാണ് 3 മുന്നണി സ്ഥാനാർത്ഥികളും പറയുന്നത്. ഇവിടെ നമുക്കറിയാം ഈ മണ്ഡലത്തിൽ വളരെ ശക്തനായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ട്. അദ്ദേഹവും പറയുന്നു 75,000 മുകളിലേക്ക് വോട്ട് പോയി അദ്ദേഹവും ജയിക്കുമെന്ന്. അപ്പോൾ വിജയം സംബന്ധിച്ചുള്ള അവകാശവാദങ്ങൾക്ക് ഒട്ടും കുറവില്ല. LDF സ്ഥാനാർത്ഥി M സ്വരാജും അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തും NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും കൂടെ സ്വതന്ത്രൻ PV അൻവർ 4 പേരും ഇവിടെ വിജയം സംബന്ധിച്ച് ഒട്ടും തന്നെ പ്രതീക്ഷ കുറവില്ലെന്നാണ് രാവിലെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പറഞ്ഞത്. അൻവറിന് ഈ മണ്ഡലത്തിലല്ല വോട്ട്, അദ്ദേഹം തൊട്ടടുത്തുള്ള ഏറനാട് നിയമസഭാ മണ്ഡലത്തിലെ വോട്ടറാണ്. നന്ദി സുരേഷ്, നന്ദി. ഉപതെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ പ്രമുഖ സ്ഥാനാർത്ഥികളെല്ലാവരും വോട്ട് രേഖപ്പെടുത്തി. LDF സ്ഥാനാർത്ഥി M സ്വരാജ് GLPS മാങ്കുത്ത് വെസ്റ്റ് സ്കൂളിലെ 202 ബൂത്തിലാണ് വോട്ട് ചെയ്തത്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് കുടുംബത്തോടൊപ്പം വീട്ടിക്കുത്ത് GLP സ്കൂളിലെ 184 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ 148 നമ്പർ ബൂത്തിലെത്തിയാണ് വോട്ട് ചെയ്തത്. നിലമ്പൂരിലെ 263 പോളിംഗ് ബൂത്തുകളിലായി 2,32,000 വോട്ടർമാരാണ് ഇന്ന് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. വനത്തിനുള്ളിലെ 3 ബൂത്തുകൾ ഉൾപ്പെടെ 14 ക്രിട്ടിക്കൽ ബൂത്തുകളിൽ വൻ സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. 11 പ്രശ്നസാധ്യതാ ബൂത്തുകളും മണ്ഡലത്തിലുണ്ട്. എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷയ്ക്കായി 1200 പോലീസ് ഉദ്യോഗസ്ഥരെയും കേന്ദ്രസേനയെയും വിന്യസിച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഗുജറാത്തിലെ വിസാവ്ദർ മണ്ഡലത്തിൽ 11 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 28%, കടി മണ്ഡലത്തിൽ 24% പോളിംഗ് രേഖപ്പെടുത്തി. പഞ്ചാബിലെ ലുധിയാന മണ്ഡലത്തിൽ 21% പേർ ഇതിനകം വോട്ട് ചെയ്തു. പശ്ചിമബംഗാളിലെ കലീഗഞ്ച് മണ്ഡലത്തിൽ 31% പോളിംഗ്. നിലമ്പൂർ ഉൾപ്പെടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 മണ്ഡലങ്ങളിലും തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ. വോട്ടെണ്ണൽ ദിനത്തിലേക്കായി കൌണ്ടിംഗ് സ്റ്റേഷനായ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ 14 EVM കൌണ്ടിംഗ് ടേബിളുകളും 5 പോസ്റ്റൽ ബാലറ്റ് സർവീസ് വോട്ട് കൌണ്ടിംഗ് ടേബിളുകളും സജ്ജീകരിക്കും.
ക്രൊയേഷ്യ, സൈപ്രസ്, കാനഡ സന്ദർശനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. സന്ദർശനത്തിന്റെ മൂന്നാം പാദത്തിൽ ഇന്നലെ ക്രൊയേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി ഉഭയകക്ഷി ബന്ധം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഉന്നതതല ചർച്ചകളിൽ പങ്കെടുത്തു. ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബാൽക്കൻ രാജ്യമായ ക്രൊയേഷ്യ സന്ദർശിക്കുന്നത്. ആഗോള സമാധാനം, ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവയ്ക്കായി യോജിച്ച് പ്രവർത്തിക്കുമെന്ന് ക്രൊയേഷ്യൻ പ്രധാനമന്ത്രി ആന്ദ്രേ പ്ലങ്കോവിച്ചുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും വ്യക്തമാക്കി. ക്രൊയേഷ്യയിൽ യോഗയ്ക്ക് ലഭിക്കുന്ന വർദ്ധിച്ച സ്വീകാര്യതയെ श्री मोदी प्रशंसिച്ചു. यहाँ पर योग की लोकप्रियता को मैंने स्पष्ट रूप से अनुभव किया है. 21 जून को अंतर्राष्ट्रीय योग दिवस है और मुझे विश्वास है कि हमेशा की तरह क्रोएशिया के लोग इसे धूमधाम से मनाएंगे. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വടക്കൻ ഇറാനിൽ നിന്ന് ഒഴിപ്പിച്ച 110 ഇന്ത്യൻ വിദ്യാർത്ഥികളെയും വഹിച്ചുകൊണ്ടുള്ള ആദ്യ വിമാനം ഇന്ന് പുലർച്ചെ ന്യൂഡൽഹിയിലെത്തി. ഇറാൻ ഇസ്രയേൽ സംഘർഷം അയവില്ലാതെ തുടരുന്ന സാഹചര്യത്തിലാണ് ഇറാനിൽ നിന്ന് പൌരന്മാരെ ഒഴിപ്പിക്കാൻ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധു ആരംഭിച്ചത്. ഈ മാസം 17-ന് തന്നെ വിദ്യാർത്ഥികളെ എംബസി കരമാർഗം അർമേനിയയിൽ എത്തിച്ചിരുന്നു. ഇന്ത്യക്കാരുമായുള്ള മറ്റൊരു വിമാനവും ഇന്ന് മടങ്ങിയെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് അറിയിച്ചു. 350 പേരാണ് മടങ്ങിയെത്തുന്നതിനായി ഇതുവരെ അപേക്ഷ നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. ഇറാൻ ഇസ്രയേൽ സംഘർഷം കൂടുതൽ രൂക്ഷമായ നിലയിൽ തുടരുകയാണ്. ടെഹ്റാനും മറ്റു പ്രധാന നഗരങ്ങളും ലക്ഷ്യമിട്ട് ഇസ്രയേൽ ഇന്നലെ നടത്തിയ 3 വ്യോമാക്രമണങ്ങളിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി. ഇറാൻ പോലീസ് ആസ്ഥാനം ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം. 600-നടുത്ത് ആളുകൾ മരിച്ചതായും 1300-ലേറെ പേർക്ക് പരിക്കേറ്റതായുമാണ് ഇറാനിൽ നിന്നുള്ള കണക്കുകൾ. ആയിരക്കണക്കിന് ആളുകൾ ആക്രമണം നടക്കുന്ന മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞുപോയിട്ടുണ്ട്. അതേസമയം ഇസ്രയേൽ ഇറാൻ സംഘർഷം പരിഹരിക്കാൻ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്ന് റഷ്യ അറിയിച്ചു. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക എന്നീ രാജ്യങ്ങളുമായി ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പങ്കുവച്ചതായും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. ഇസ്രായേൽ ഇറാൻ സംഘർഷം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് ആവർത്തിച്ച് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്. സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നതിൽ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. സംഘർഷം അന്താരാഷ്ട്ര തലത്തിലേക്ക് കൂടുതൽ വ്യാപിപ്പിക്കരുതെന്നും ആന്റോണിയോ ഗുട്ടറസ് അഭ്യർത്ഥിച്ചു. കൂടുതൽ സൈനിക ഇടപെടലുകൾ മേഖലയിലും അന്താരാഷ്ട്ര സമാധാനത്തിനും ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും UN സെക്രട്ടറി ജനറൽ മുന്നറിയിപ്പ് നൽകി. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്ര രക്ഷാസമിതി നാളെ ന്യൂയോർക്കിൽ അടിയന്തര യോഗം ചേരും. ഏകീകൃത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് പഴയ പെൻഷൻ പദ്ധതി പ്രകാരമുള്ള ഗ്രാറ്റുവിറ്റി ആനുകൂല്യങ്ങൾ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. UPS പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് വിരമിക്കുമ്പോഴും സർവീസിലിരിക്കെ മരിച്ചാലും OPS പ്രകാരമുള്ള ഗ്രാറ്റുവിറ്റി ലഭിക്കുമെന്ന് വ്യക്തമാക്കി കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് കീഴിലെ പെൻഷൻ വകുപ്പ് ഉത്തരവിറക്കി. ജീവനക്കാരുടെ ദീർഘനാളത്തെ ആവശ്യമാണിതെന്നും ഇതോടെ വിരമിക്കൽ ആനുകൂല്യങ്ങളിൽ സമത്വം സാധ്യമാകുമെന്നും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ജൂൺ 21-ന് ഭൂമിക്കും ഏകാരോഗ്യത്തിനും യോഗ എന്ന പ്രമേയത്തിൽ രാജ്യത്തുടനീളം 1 ലക്ഷത്തിലധികം യോഗാ പരിപാടികൾ ആയുഷ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും. രാവിലെ 6:30 മുതൽ 7:40 വരെയായിരിക്കും പരിപാടികൾ. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരിൽ 210 പേരെ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു. 187 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറിയതായി ഗുജറാത്ത് ആരോഗ്യമന്ത്രി ഋഷികേശ് പട്ടേൽ അറിയിച്ചു. QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിംഗ് പട്ടികയിൽ ഇന്ത്യയിലെ 54 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇടം നേടി. IIT ഡൽഹിയാണ് ഇന്ത്യയിൽ നിന്നും 1ാം സ്ഥാനത്തെത്തിയത്. ആഗോളതലത്തിൽ കഴിഞ്ഞ തവണത്തെ 150ാം സ്ഥാനത്തായിരുന്ന IIT ഡൽഹിക്ക് നിലവിൽ 123ാം റാങ്കാണുള്ളത്. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മികവാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ സാമ്പത്തിക വിപണി കൂടുതൽ കാര്യക്ഷമവും നിക്ഷേപ സൌഹൃദവുമാക്കി മാറ്റുന്നതിന് സുപ്രധാന പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ച് സെക്യൂരിറ്റീസ് ആന്റ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബി അധ്യക്ഷൻ തുഹിൻ കാന്ത പാണ്ഡെയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കൂടുതൽ ദീർഘകാല വിദേശ നിക്ഷേപ സമാഹരണത്തിനായി സർക്കാർ ഓഹരികളിൽ നിക്ഷേപം നടത്തുന്ന വിദേശ നിക്ഷേപകർക്കുള്ള നിയമങ്ങളിലും സെബി ഇളവ് വരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര. പോളിംഗ് ശതമാനം 36 പിന്നിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം വിജയകരമായി പൂർത്തിയായി. ആഗോള സമാധാനത്തിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച പ്രധാനമന്ത്രി. വടക്കൻ ഇറാനിൽ നിന്ന് ഒഴിപ്പിച്ച 110 ഇന്ത്യൻ വിദ്യാർത്ഥികളെ ന്യൂഡൽഹിയിൽ മടക്കിയെത്തിച്ചു. ഇന്ത്യക്കാരുമായുള്ള മറ്റൊരു വിമാനവും ഇന്ന് മടങ്ങിയെത്തിയേക്കും. ഇറാൻ ഇസ്രയേൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നു. സംഘർഷം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനൊരുങ്ങി രാജ്യം. രാജ്യത്തുടനീളം 1 ലക്ഷത്തിലധികം യോഗാ പരിപാടികൾ മറ്റന്നാൾ സംഘടിപ്പിക്കും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3:30.